എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഉണ്ടംപൊരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടിയിലായാലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പകുതി മൈദപ്പൊടിയും പകുതി ഗോതമ്പ് പൊടിയായിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടും 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ് പഴം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു പാളയംകുടം പഴമായാലും ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തത്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടിയുടെയൊക്കെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കട്ട ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ചൂടൊന്നുമില്ല, നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് വല്ലാതെ ലൂസായി പോരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പാകത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പാകമായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അതേപോലെ വല്ലാതെ അങ്ങോട്ട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടംപൊരി ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടംപൊരി ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് മുക്കി പൊരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുന്ന വരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമ്മളിത് ഇടുന്ന വശം തന്നെ ഇതിൻ്റെ പുറഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, ഉൾഭാഗം ഒട്ടും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കൈ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതിനകത്തിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം എന്താ നമ്മുടെ മാവ് കുറച്ചെടുത്ത് അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുറഭാഗം മാത്രമേ കരിഞ്ഞ് പോലെ ഇരിക്കുകയുള്ളൂ, ഉൾഭാഗം ഒട്ടും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വലിയതായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നല്ല പഫ് ആയിട്ട് വരും. അപ്പോൾ അതാ നമ്മുടെ അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല.
അപ്പോൾ ദാ അടുത്ത ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ഒരു കളറിന് എടുക്കാം. വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കണ്ട, കാരണം അത് പുറത്തിരുന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കറുത്തൊരു കളറായി പോവും. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് ആക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ആ ഒരു മാവിൽ നിന്ന് എനിക്ക് ഇത്രയും ഉണ്ടംപൊരിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടംപൊരി, പിന്നെ ഒരു കുട്ടി ഉണ്ടംപൊരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ടംപൊരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ചൂടോട് കൂടി കഴിക്കുക, ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആറിയിട്ട് കഴിക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്